ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 166. ഈ സന്ദേശങ്ങൾ പരിശുദ്ധാമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. മെയ് 13, 1994 ഫാത്തിമയിലെ ആദ്യ ദർശനത്തിൻ്റെ വാർഷികം 520. വെളിപ്പെടുത്തപ്പെട്ട സന്ദേശം. ഒരു പ്രാവശ്യം കൂടി മഹനീയമായ ഈ ദേവാലയത്തിൽ ഒരു ദിവസം നിറഞ്ഞു നിൽക്കുന്ന സമൂഹ പ്രാർത്ഥനയോടെ ഫാത്തിമയിലെ എൻ്റെ ആദ്യത്തെ ദർശനത്തിൻ്റെ വാർഷികം നിങ്ങൾ അനുസ്മരിക്കുന്നു. എൻ്റെ അമലോത്ഭവ ഹൃദയം തുറന്ന് എൻ്റെ മാതൃ സ്നേഹത്തിൻ്റെയും കരുണയുടെയും കിരണങ്ങൾ നിങ്ങളിലേക്ക് നിവേദിപ്പിക്കുവാൻ അത് ഇടയാക്കുന്നു. നിങ്ങളുടെ ജീവിതകാലത്താണ് അന്ന് ഞാൻ നൽകിയ സന്ദേശം നടപ്പിലാക്കുന്നത്. എൻ്റെ ശത്രു അതിനെതിരെ കോപാക്രാന്തനായി രംഗത്തെത്തിക്കഴിഞ്ഞു. എങ്കിലും സഭയ്ക്കും മാനവരാശി മുഴുവനും സുപ്രധാനമായ ഒരു സന്ദേശമാണതെന്ന് ഇനി മനസ്സിലാകും. അത് വെളിപ്പെടാനുള്ള ഒരു സന്ദേശമാണ്. ലോകത്തിൻ്റെ അവസാന കാലം അത് കണക്കിലെടുക്കുന്നു. എൻ്റെ പുത്രൻ്റെ പ്രതാപപൂർണമായ തിരിച്ചുവരവിനെ അത് ഉദ്ഘോഷിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും രശ്മികൾ മനുഷ്യരാശിയുടെ മേൽ പതിക്കുവാൻ ഞാൻ ഇടയാക്കുന്നു. വിഗ്രഹാരാധനയിലേക്ക് വീണ്ടും മനുഷ്യൻ നിബന്ധിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുവാനും അവിടുത്തെ സ്നേഹ നിയമത്തെ വെല്ലുവിളിക്കുവാനുമുള്ള അഹംഭാവം അത് ആർജിക്കുന്നു. പാപവും തിന്മയും അതിനെ അധർമ്മ മാർഗത്തിലാക്കുന്നു. സാത്താൻ സാർവഭൗമനായി വാഴുന്നു. എൻ്റെ വിമല ഹൃദയത്തിൽ നിന്നുള്ള രശ്മികൾ നിങ്ങൾ സഞ്ചരിക്കേണ്ട പാതയിൽ പ്രകാശം വിതറുന്നു. മാനസാന്തരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും പാതയിലൂടെ ദൈവത്തിങ്കലേക്ക് തിരികെ വരുവാൻ അവ നിങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ എൻ്റെ വിമല ഹൃദയം ഈ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷയുടെ സുരക്ഷിത മാർഗമായി ഇന്ന് പരിണമിച്ചിരിക്കുന്നു. കാരണം എൻ്റെ വിമല ഹൃദയത്തിൽ മാത്രമേ ശിക്ഷയുടെ സമയത്ത് നിങ്ങൾക്ക് താങ്ങു കണ്ടെത്താനാവൂ. കഷ്ടപ്പാടുകളുടെ നടുവിലും ആശ്വാസവും അസഹനീയമായ ആഘാതങ്ങളും ഉണ്ടാകുമ്പോൾ മോചനവും കൂരിരുട്ടിൽ പ്രകാശവും എല്ലാം സംഹരിക്കുന്ന അഗ്നിയുടെ നടുവിൽ വിശ്രാന്തിയും ഇന്ന് എല്ലാവരെയും ഗ്രഹിച്ചിരിക്കുന്ന നൈരാശ്യവും അകറ്റാൻ ധൈര്യവും അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് മ്ലാനവതനായി ക്ഷതങ്ങളും പീഡനങ്ങളും സഹിച്ച് നിന്ദിക്കപ്പെട്ട് കഴിയുന്ന സഭയുടെ മേൽ എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും രേണുക്കൾ പതിക്കുവാൻ ഞാൻ ഇടയാക്കുന്നു. ദുഷ്ടൻ അവളിൽ പ്രവേശിച്ചു കഴിഞ്ഞ് നാശത്തിൻ്റെ വൈകൃതങ്ങളിൽ മഹാക്ലേശങ്ങളോടെ അതിൻ്റെ പരമകാഷ്ഠയിലെത്തുമ്പോൾ, മതനിന്ദ സാർവത്രികമാകുമ്പോൾ, എൻ്റെ വിമല ഹൃദയം അവശേഷിക്കുന്ന വിശ്വാസികളുടെ ചെറിയ ഗണത്തെ ഓർത്ത് സഹനത്തിലും പ്രാർത്ഥനയിലും പ്രത്യാശയിലും എൻ്റെ മകൻ്റെ മഹിമയോടുള്ള തിരിച്ചുവരവ് കാത്തിരിക്കുന്നു. ഇക്കാരണത്താൽ ഫാത്തിമയിൽ നിന്ന് പുറപ്പെട്ട് ഈ ശതകങ്ങളിലെ സംഭവങ്ങൾ വെളിപ്പെടുത്തുന്ന വലിയ പ്രകാശത്തിലേക്ക് നോക്കുവാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഈ അവസാന നാളുകളിൽ ആ പ്രകാശം കൂടുതൽ ശക്തമാകുന്നു. എന്തെന്നാൽ ഞാൻ നൽകിയത് വെളിപാടിൻ്റെ സന്ദേശമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അവസാനത്തേതും വളരെ വളരെ പ്രധാനപ്പെട്ടതുമായ പുസ്തകത്തിൽ പ്രസ്താവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ മധ്യയാണ് നിങ്ങൾ ജീവിക്കുന്നത്. മുദ്രവയ്ക്കപ്പെട്ട പുസ്തകം ഞാൻ നിങ്ങൾക്ക് തുറന്നു കാണിച്ചു തന്നിരിക്കുന്നതിനാൽ ഈ കാലഘട്ടത്തിൻ്റെ സംഭവങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി തരുന്ന ജോലി എൻ്റെ വിമല ഹൃദയത്തിൻ്റെ പ്രകാശദൂതന്മാരെ ഞാൻ ഏൽപ്പിക്കുന്നു. ബെർലിൻ, മെയ് 22, 1994 പെന്തക്കോസ്ത തിരുനാൾ 521. പരിശുദ്ധാത്മാവേ വരിക. ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന തുടർച്ചയായ സമൂഹ പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ സാന്നിധ്യത്തിൽ പെന്തക്കോസ്ത തിരുനാളിൻ്റെ ഔദ്യോഗിക ആചരണത്തിൽ പങ്കെടുക്കുകയാണല്ലോ. നിങ്ങൾ സ്നേഹതീഷ്ണതയോടെ ആവർത്തിച്ചുരുവിടുന്ന പ്രാർത്ഥന ഞാൻ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ. പരിശുദ്ധാത്മാവേ വരിക. അങ്ങയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാജനമായ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മധ്യസ്ഥത്തിൽ വരിക. വരിക പരിശുദ്ധാത്മാവേ. നവമായ സാർവത്രികമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം നാം കാത്തിരിക്കുന്നു. നല്ല നാളെയെ വരവേൽക്കാൻ ആവശ്യമാണ് പെന്തക്കോസ്ത. വേഗം വരേണ്ടത് ആവശ്യമാണ്. അത് സംഭവിക്കുന്നത് എൻ്റെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ മാത്രമാണ്. അക്കാരണത്താൽ അന്ത്യനാളുകളിലേക്ക്
സ്വർഗീയ അമ്മ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കൂട്ടായ്മയിലേക്ക് സഭ മുഴുവനും പ്രവേശിക്കാനുള്ള എൻ്റെ ക്ഷണത്തെ ഞാനിതാ ആവർത്തിക്കുന്നു. എൻ്റെ അമലോത്ഭവ ഹൃദയത്തിലുള്ള പ്രതിഷ്ഠാകർമ്മം വഴി ഞങ്ങൾക്കതിൽ പ്രവേശിക്കാൻ സാധിക്കും. ഈ പ്രതിഷ്ഠ ഞാൻ ആകാംക്ഷയോടെ നിർബന്ധമായി ആവശ്യപ്പെട്ടത് മെത്രാന്മാരും വൈദികരും സമർപ്പിതരും വിശ്വാസികളും നടത്തണമെന്ന് ഞാൻ ആവർത്തിക്കുന്നു. എല്ലാവരും അത് നടത്തട്ടെ. അത് ആഗതമായിരിക്കുന്ന മഹാപരീക്ഷണങ്ങളുടെ സമയം വെട്ടിക്കുറയ്ക്കാൻ അത്യാവശ്യമാണ്. അത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പരിപൂർണമായും നവ്യവുമായ സത്യത്തെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് വരം നൽകും. നിങ്ങൾ കടന്നു പോകുന്ന കാലത്തെപ്പറ്റി മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മാർഗത്തെ പ്രകാശമാനമാക്കും. അവിടുന്ന് നിങ്ങളുടെ സുവിശേഷത്തെ തൻ്റെ ഇടമുള്ള സാക്ഷികളാക്കും. പ്രചണ്ഡമായ വിശ്വാസരാഹിത്യത്തിൻ്റെ ഭയാനകമായ സമയത്ത് പരിശുദ്ധാത്മാവ് മുദ്രവയ്ക്കപ്പെട്ട പുസ്തകത്തിലെ ഉള്ളടക്കം ഞാൻ തുറന്നു കാട്ടുന്നത് ഗ്രഹിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും. പരിശുദ്ധാത്മാവ് മനുഷ്യപുത്രന് പരിപൂർണമായ സാക്ഷ്യം നൽകും. അവിടത്തേക്ക് മഹിമയോടെ നിങ്ങളുടെ പക്കലേക്ക് തിരിച്ചു വരുവാൻ ഹൃദയങ്ങളെയും ആത്മാക്കളെയും ഒരുക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവെ വരിക. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത്താൽ വരിക. എൻ്റെ സമയം പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്. എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം പെന്തക്കോസ്തിയാകുന്ന അത്ഭുതത്തോടു കൂടി നടക്കും. നവമായ ഒരു അഗ്നി സ്വർഗത്തിൽ നിന്നിറങ്ങി വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് വീണുപോയ മനുഷ്യരെ മുഴുവൻ ശുദ്ധീകരിക്കും. അത് അന്ത്യവിധിയുടെ വളരെ ചെറിയ ഒരു പതിപ്പായിരിക്കും. ഓരോരുത്തരും തന്നെ ദൈവത്തിൻ്റെ പരമമായ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ദർശിക്കും. അതിൻ്റെ ഫലമായി പാപികൾ ദൈവവര പ്രസാദത്തിലേക്കും വിശുദ്ധിയിലേക്കും മടങ്ങി വരും. വഴിതെറ്റിയവർ നന്മയുടെ പാതയിലേക്കും ദൂരസ്ഥർ പിതാവിൻ്റെ ഭവനത്തിലേക്കും രോഗസ്ഥർ പൂർണ്ണമായ ആരോഗ്യത്തിലേക്കും എന്നാൽ അഹങ്കാരികളും അധർമ്മികളും സാത്താൻ്റെ അവിശുദ്ധ കൂട്ടുകാരും തോൽപ്പിക്കപ്പെട്ടും നിത്യമായി ശിക്ഷിക്കപ്പെടും. അപ്പോൾ എൻ്റെ മാതാവിൻ്റെ ഹൃദയം മനുഷ്യകുലത്തിന് വെളിയിൽ വെന്നിക്കൊടി പരത്തും. മനുഷ്യൻ സ്വർഗീയ പിതാവുമായി ഒരു പുതിയ സ്നേഹവിരുന്നിലേക്ക് തിരികെ വരും. വന്നാലും പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്വർഗീയ മഹിയായ മണവാട്ടിയുടെ യാചനയുടെ സ്വരം കേട്ട് വന്നാലും. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗീയ മണവാട്ടിയാണ്. പിതാവിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരം ഞാൻ യഥാർത്ഥ അമ്മയായി തീർന്നതുപോലെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ മണവാട്ടിയായി തീർന്നു. അങ്ങയെ തന്നെ ആന്തരികമായും യാഥാർത്ഥ്യമായുമുള്ള വേഴ്ചയോടെ എൻ്റെ ആത്മാവിന് നൽകുകയും ഈ വേഴ്ചയിൽ നിന്ന് എൻ്റെ ഏറ്റവും പരിശുദ്ധമായ ഗർഭപാത്രത്തിൽ വചനം കന്യകാ ഗർഭധാരണമായി രൂപപ്പെടുകയും ചെയ്തു. അരൂപിക്ക് അങ്ങയെ വിളിക്കുന്ന മണവാട്ടിയുടെ ശബ്ദത്തെ നിരസിക്കാനാവില്ല. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാരൂപിയുടെ ദാനം യാചിക്കുന്നതിന് എന്നോടുകൂടെ ഒന്നിക്കുക. നിങ്ങളുടെ യാചന ഈ അവസാന ഘട്ടത്തെ പ്രാർത്ഥനയായി തീരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന നിരന്തരമാകട്ടെ, കൂടെ ആവർത്തിക്കപ്പെടട്ടെ. കാരണം അത് നിങ്ങളെ പഠിപ്പിച്ചതും നിർബന്ധപൂർവ്വം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നതും നിങ്ങളുടെ സ്വർഗീയ അമ്മയാണ്. വന്നാലും പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രാണപ്രിയയുടെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ ശക്തമായ പ്രേരണയാൽ വരിക. അതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുക. രണ്ടാം പന്തക്കുസ്തി എന്ന മഹാത്ഭുതം ഇതാ വരാറായിരിക്കുന്നു. എൻ്റെ മാതാവിൻ്റെ ഹൃദയം അങ്ങനെ നിങ്ങൾക്ക് സുരക്ഷിതമായ താവളമായി തീരുന്നു. അത് നിങ്ങളുടെ സങ്കേതമാണ്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള താവളം. സനാതന മൂല്യങ്ങളില്ലാത്ത സമുദായ മധ്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. സുഖസൗകര്യങ്ങളുടെയും സമ്പത്തിൻ്റെയും സൗധങ്ങൾ കെട്ടിപ്പടുക്കുവാൻ, അഹന്തയുടെയും തൻഭാവത്തിൻ്റെയും അസാൻമാർഗികമായ ഉല്ലാസങ്ങളുടെ പിറകെ പോകാൻ ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു സമുദായത്തിൻ്റെ നടുവിൽ അത് വലിയ അപകട സാധ്യതയുള്ളതാണ്. കാരണം നിങ്ങളുടെ ജ്ഞാനസ്നാനത്തെ കളങ്കപ്പെടുത്തുവാനോ ദൈവത്തിൻ്റെയും സഭയുടെയും മുൻപിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കടമകൾ ലംഘിക്കുവാനോ നിർബന്ധിതരായേക്കാം. എൻ്റെ അമലോത്ഭവ ഹൃദയത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പൂർണ്ണ മഹിമ പ്രാപിക്കുവാൻ ഞാൻ ഇടയാക്കും. അവിടുത്തേക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാനും ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റുന്നതിനും അവിടുത്തെ നിയമം പരിപാലിക്കുന്നതിനും നിങ്ങൾ പ്രതിജ്ഞയെടുക്കുക. അത് നിങ്ങളുടെ സങ്കേതമാണ്. അവിടെ നിങ്ങൾ ഈ ലോകത്തിൻ്റെ അധാർമിക സ്വാധീനത്തിൽ നിന്ന് മോചിതരാണ്. ഭൗമികാത്മകവും വിഷയസുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഭ്രാന്തൻ പരക്കം പായ്ച്ചിലും നിങ്ങളെ അവിടെ സ്വാധീനിക്കുകയില്ല. എൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങൾക്ക് ത്യാഗമനോഭാവവും ആശയടക്കവും പരിശീലിക്കാം. പ്രാർത്ഥനയിലും സഹനത്തിലും ദാരിദ്ര്യത്തിലും
സ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിലും പരിശീലനം ലഭിക്കും. ഈ വിധത്തിൽ യേശു നിങ്ങൾക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ സ്വാതന്ത്ര്യാരൂപിയോടും അവിടുന്ന് തന്നെ ഏറ്റവും വലിയ ദാനത്തോടും കൂടി ചരിക്കുവാനുള്ള സന്തോഷം നിങ്ങൾ അനുഭവിക്കും. അത് നിങ്ങളുടെ സങ്കേതമാണ്. പാപവും അശുദ്ധിയും മൂലം നിങ്ങൾ മലിനരാകാതെ അത് നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നു. അസന്മാർഗീയതയെ തിന്മയും കൊടികുത്തി വാഴുന്ന സാഹചര്യത്തിലല്ലേ നിങ്ങൾ കഴിയുന്നത്? പാപം ചെയ്യുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ദൈവിക നിയമങ്ങളുടെ ലംഘനം പ്രസംഗിക്കപ്പെടുകയും പരസ്യമാക്കപ്പെടുകയും ചെയ്യുന്നു. സാത്താൻ്റെ കുൽസിത ശക്തി വ്യക്തികളുടെയും രാജ്യങ്ങളുടെയും മേൽ കൂടുതൽ വ്യാപകമാകുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ കുത്തൊഴുക്കിൽ നിന്നും മലിനീകരണത്തിൽ നിന്നും ദൈവനിശ്ചയത്തിൽ നിന്നും സ്വയം എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടും? എൻ്റെ വിമല ഹൃദയം നിങ്ങളുടെ സങ്കേതമാണ്. നിങ്ങളുടെ ഈ കാലഘട്ടത്തിലേക്ക് പ്രത്യേകമായി അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എൻ്റെ ഏറ്റവും വാത്സല്യമൊക്കെയുള്ള മക്കളെ, അതിൽ പ്രവേശിക്കുക. മോക്ഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവത്തിൻ്റെയും പക്കലേക്ക് എത്തുവാനുള്ള പാതയിൽ കൂടെ അത് നിങ്ങളെ നയിക്കും. എൻ്റെ അമലോത്ഭവ ഹൃദയം നിങ്ങളുടെ താവളമാണ്. അതിൽ ഞാൻ നിങ്ങളെ ഒരു പുതിയ ആത്മീയ കൂട്ടായ്മയിൽ എന്നവണ്ണം ഒരുമിച്ച് കൂട്ടുന്നു. അവിടെ നിങ്ങൾക്ക് പരിശുദ്ധാരൂപിയുടെ വരം ലഭിക്കുന്നു. അരൂപി നിങ്ങളെ രണ്ടാം സുവിശേഷവൽക്കരണത്തിൻ്റെ അപ്പസ്തോലരാക്കും. സാർദീനിയ മുഴുവൻ എൻ്റെ ഈ കർമ്മപരിപാടിയുടെ അപ്പസ്തോലരാകുക. ഈ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയി എല്ലായിടത്തും ചെന്ന് പാപത്തിൻ്റെയും തിന്മയുടെയും അവിശ്വാസത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലൗകിക സുഖങ്ങളുടെയും അശുദ്ധതയുടെയും മാർഗത്തിലൂടെ അബദ്ധസഞ്ചാരം നടത്തുന്ന എൻ്റെ മക്കളെ തേടിപ്പിടിക്കുവിനും അവരെയെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന അതേ സങ്കേതത്തിലേക്ക് കൊണ്ടുവരിക. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ പോകേണ്ട വഴിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിളക്കു സ്ഥാപിക്കും. ഇന്ന് നിങ്ങളെ ഞാൻ അമ്മയ്ക്കടുത്ത വാത്സല്യത്തോടെ ഉറ്റുനോക്കുന്നു. ഞാൻ നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും സന്തോഷത്തിൻ്റെയും മാർഗത്തിലൂടെ നടക്കാൻ നിങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. 25 ബിഷപ്പുമാരും വൈദികരുടെ സംഘടനയായ മരിയൻ സംഘടനയിലെ 250 വൈദികരും യൂറോപ്പ്, അമേരിക്ക, ഏഷ്യ, ഓഷ്യാന എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന കൂട്ടായ്മയുടെ ധ്യാനം. പ്രിയമുള്ളവരെ, ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ആഹ്വാനം ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നാം പരിശുദ്ധ അമ്മയിലൂടെ പ്രാർത്ഥിക്കുക. അതായത് പരിശുദ്ധാത്മാവിനോട് എഴുന്നള്ളി വരാൻ വേണ്ടി ആവശ്യപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ അമ്മ, മണവാട്ടിയായ പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് തീർച്ചയായും നമ്മെ സഹായിക്കുകയും നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നു എന്ന് അമ്മ പറയുന്നു. അതുപോലെ അമ്മ ആവശ്യപ്പെടുന്ന 2ാമത്തെ കാര്യം, വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് വൈദികരും സന്യസ്തരും അൽമായരും എല്ലാ വിശ്വാസികളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠ നടത്തുക. അതുവഴി ഈ തിന്മയ്ക്ക് അധീനമായ ലോകത്തിൽ നിന്നും ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് അമ്മയുടെ വിമല ഹൃദയം എന്ന് പറഞ്ഞ സുരക്ഷിത സങ്കേതത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആ സുരക്ഷിത സങ്കേതത്തിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. കാരണം അമ്മ അത് വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അമ്മയോട് കൂടെ നമുക്ക് ഈ യുദ്ധത്തിൽ ഏർപ്പെടാം. ഈ യുദ്ധത്തിൽ നമ്മുടെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, അവ സ്വർഗീയ ആയുധങ്ങളാണ്. വിശുദ്ധിയാണ്, പരിശുദ്ധിയാണ്, നന്മയാണ്, സ്വാർത്ഥരാഹിത്യമാണ്, തിന്മയ്ക്ക് പകരമായി നന്മ ചെയ്യുന്ന സ്വഭാവമാണ്, എളിമയാണ്, ചെറുമയാണ്. ഇതെല്ലാം പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് പഠിക്കുകയും അതുവഴി നമ്മെ തന്നെ അങ്ങനെ വളർത്തുകയും ചെയ്യാം. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. പരിശുദ്ധാരൂപി നമ്മെ ഓരോ നിമിഷവും നയിക്കുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. അതുവഴി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ മക്കളായിത്തീരാം. ദൈവത്തിരുനാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.